ആറന്മുളയിലെ 52 കരകളിലെയും പള്ളിയോടങ്ങൾക്കായി സമർപ്പിക്കുന്ന വഴിപാട് സദ്യകളാണ് ആറന്മുള വള്ളസദ്യ. നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങളാണ് വള്ളസദ്യ വഴിപാടായി സമർപ്പിക്കാനെത്തുന്നത്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് തിരക്കേറുകയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് തിരക്കേറുന്നു. ആറന്മുളയിലെ 52 കരകളിലെയും പള്ളിയോടങ്ങൾക്കായി സമർപ്പിക്കുന്ന വഴിപാട് സദ്യകളാണ് ആറന്മുള വള്ളസദ്യ. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങളാണ് വള്ളസദ്യ വഴിപാടായി സമർപ്പിക്കാനെത്തുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന വള്ളസദ്യയാണ്. കായംകുളം പെരിങ്ങാൽ സ്വദേശി ജ്യോതിഷ് കുമാറിന്റെ ഉൾപ്പെടെയായിരുന്നു അന്നത്തെ വള്ളസദ്യ. ഇക്കുറി വള്ളസദ്യ ഒക്ടോബർ 2-ാം തീയതി വരെ നീളും. 500ഓളം സദ്യകൾ ഈ കാലയളവിൽ ഉണ്ടാകുമെന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പ്രതിദിനം 10 മുതൽ 15 വരെ സദ്യകളാണ് ക്ഷേത്രത്തിലെ ഊട്ടുപുരകളിലും സമീപത്തെ ഓഡിറ്റോറിയങ്ങളിലുമായി നടക്കുന്നത്. 44 വിഭവങ്ങളോട് കൂടിയ സദ്യയാണ് ആറന്മുള സദ്യ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തിലാണ് പള്ളിയോട സേവാ സംഘം വള്ളസദ്യ ക്രമീകരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള നിർവഹണ സമിതിയാണ് വള്ളസദ്യകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇടശ്ശേരി മലക്കിഴക്ക്, തോട്ടാപ്പുഴശ്ശേരി, വെൺപാല, തെക്കേമുറി, മല്ലപ്പുഴശ്ശേരി, മേലുകര, കോറ്റാത്തൂർ, ഇടനാട്, തെക്കുമുറി കിഴക്ക്, ആറാട്ടുപുഴ പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാർക്കാണ് സദ്യ ഒരുക്കിയത്. സദ്യക്കെത്തുന്ന പള്ളിയോടങ്ങളിലെ കരക്കാരെ വഴിപാടുകാർ ക്ഷേത്രക്കടവിൽ നിന്ന് സ്വീകരിച്ച് ആനയിക്കും. ഇതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം, അടപ്രഥമൻ, കടലപ്രഥമൻ, പഴം പായസം ഉൾപ്പെടെയുള്ളവ പ്രധാന വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെയാണ് കരക്കാർ പാട്ടുപാടി വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത്. മടന്തയില തോരൻ, മോദകം, അട, കദളി, കാളിപ്പഴങ്ങൾ, തേൻ തുടങ്ങിയവ ഇത്തരം 20 വിഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു. വള്ളസദ്യകൾക്കായി 15 സദ്യാലയങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15 സദ്യ കോൺട്രാക്ടർമാരാണ് സദ്യ ഒരുക്കുന്നത്. പാസ് മുഖേനയാണ് പ്രവേശനം.
സദ്യയിൽ പങ്കെടുക്കുന്നവർക്ക് സദ്യയുടെ പ്രത്യേകതകൾ അറിയുന്നതിന് വഞ്ചിപ്പാട്ട് സംഘം വിഭവങ്ങൾ പാടി ചോദിക്കുന്ന രീതിയും ഉണ്ട്. CDNet ന്യൂസ്, കായംകുളം.